ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് 2.0 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ആ റൂമിലേക്ക് ഇരുന്ന് ഇൻട്രോഡനെന്ന്. വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞു ഇന്ന് തന്നെ എന്തായാലും വീഡിയോ ഇടുന്ന ചേട്ടാന്ന് പറഞ്ഞു. അന്ന് ഓക്കെ, നമുക്ക് അകത്തിരിക്കാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ പുഡിംഗ് ആണ്. അപ്പോൾ ആ പുഡിങ്ങിൽ എങ്ങനെ വെറൈറ്റി കണ്ടെത്തി എന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ ബാക്കി അതിന്റെ വീഡിയോ കണ്ടതിന് ശേഷം പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുത്താലോ? കാണിക്കാര കൈ. നമ്മുടെ ബിസ്ക്കറ്റ് പൈനാപ്പിൾ പുഡിംഗ് ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്, അതൊരു 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൂവിൻ്റെ ഒരു 3 സ്ട്രിപ്പ് നമ്മൾ ബ്രൂവിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബട്ടറാണ്, അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണത്, പീനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ആരോ റൂട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഫുൾ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി തന്നെ നമ്മൾ പൈനാപ്പിൾ എടുത്തിട്ട് അത് നന്നായിട്ട് നേരെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പൈനാപ്പിൾ സ്ലൈസസ് ആയിട്ടാണ് അരിയുന്നത്. വളരെ ചെറിയ സ്ലൈസസ് ആയിട്ട് നമ്മൾ എല്ലാവരും അരിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് എടുക്കുക. ഈ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ജ്യൂസ് എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ ചോപ്പ് ചെയ്തെടുത്താലേ ആ ജ്യൂസ് എടുക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം നമ്മളെടുത്തിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോപ്പ് ചെയ്തെടുത്ത ഈ പൈനാപ്പിളിൻ്റെ എസെൻസ് നമ്മൾ ഇന്ന് എടുക്കണം. അതായത് പൈനാപ്പിൾ എസെൻസ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കേണ്ടത് കൈ കൊണ്ട് മാത്രമേ പിഴിഞ്ഞെടുക്കാൻ പാടുള്ളൂ, മിക്സിയിലിട്ടൊന്നും അടിക്കരുത്. അതിന് വേറൊരു റീസൺ ഉണ്ട്. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കൈ കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്യുവർ ജ്യൂസ് മാത്രമേ നമുക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, കൈ വെച്ചിട്ട് തന്നെ ഇത് സ്ക്യൂസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ നേരത്തെ കണ്ട ബട്ടർ, ആ ബട്ടർ എടുത്തിട്ട് നൈസായിട്ട് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടണം. ഓക്കെ, ഇപ്പം നമ്മളൊരു 3/4 പോർഷനാണ് ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ആ ബട്ടർ പ്ലേറ്റിലിട്ടു. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐസിങ് ഷുഗർ, ദ മെയിൻ ഐറ്റം. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഐസിങ് ഷുഗർ അത് പൊട്ടിച്ചിട്ട് ഈ എന്താ പറയുക ബട്ടറിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പാക്കറ്റുകളും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, വൈറ്റും യോക്കും രണ്ടായിട്ട്, യെല്ലോവും വൈറ്റും നമ്മൾ സെപ്പറേഷൻ ചെയ്തെടുക്കണം. സെപ്പറേഷൻ ചെയ്തിട്ടതിന് ശേഷം ആ യെല്ലോ നമ്മൾ എന്താ ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യണം. ഏതിൽ, നമ്മുടെ ഐസിങ് ഷുഗറും ബട്ടറിലേക്കും നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് യെല്ലോ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന അത് ചാറ് പിഴിഞ്ഞെടുത്തിരുന്ന പൈനാപ്പിൾ, ആ പൈനാപ്പിൾ മൊത്തമായിട്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിനങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയുടെ യെല്ലോയും പിന്നെ ഐസിങ് ഷുഗറും ബട്ടറും നമ്മുടെ പൈനാപ്പിളും, ഇത്രയും ഐറ്റം നല്ല രീതിയിൽ നമ്മളങ്ങോട്ട് മിക്സ് ചെയ്യുവാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഴമ്പ് പരുവത്തിലാവും. കുഴമ്പല്ല, ഒരു എന്താ പറയുക, ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ, അതേപോലെ ആ ഒരു പരുവത്തിലാവും. അപ്പോൾ ആ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് അത് ചൂടാക്കാനുള്ള ഒരു പ്രോസസ്സിങ്ങിലേക്കാണ് കിടക്കുന്നത്. കാരണം ഈ പരിപാടി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ നമുക്ക് ഇതിൻ്റെ ഒരു മെൽറ്റായിട്ടുള്ള ഷുഗറാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹീറ്റ് ആകുമ്പോൾ ഷുഗർ മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് നമ്മളെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായതിന് ശേഷം ആ ഷുഗർ എടുത്ത് മാറ്റി വയ്ക്കണം. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീനട്ട്, ആ പീനട്ട് നമ്മൾ നേരത്തെ കണ്ട പീനട്ടിൽ ഫസ്റ്റ് ആ പീനട്ടിലേക്ക് നമ്മൾ ഈ ഷുഗർ, മെൽറ്റ് ചെയ്ത ഷുഗർ നമ്മൾ ആഡ് ചെയ്യുകയാണ്.
അപ്പോൾ അതെന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാവേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുവാണ്. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എസെൻസ് എടുത്ത് വെച്ചായിരുന്നില്ലേ പൈനാപ്പിളിൻ്റെ, ആ എസെൻസിലേക്ക് നമ്മൾ ബ്രൂ, നേരത്തെ ഞാൻ 3 സ്റ്റെപ്പ് ബ്രൂ കാണിച്ചായിരുന്നു, അതിൽ നിന്നൊരു ബ്രൂ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക അത് മിക്സ് ചെയ്യണം. ഓക്കെ, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോറൂട്ട്, നമ്മളെടുത്ത് വെച്ചിരുന്ന ബിസ്ക്കറ്റ് ഈ എന്താ പറയുക പൈനാപ്പിളും കോഫിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലായനിയിൽ, അതായത് ആ ഒരു എന്താ പറയുക ആ ഒരു മിക്സിൽ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഡിപ്പ് ചെയ്തിട്ട് മുക്കി എടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. അതായത് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേറ്റിലേക്കാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു ഷേപ്പിലൊന്നുമല്ല, ജസ്റ്റ് ഒരു റൗണ്ടിൽ നമ്മൾ ഫിനിഷിങ്ങിൽ വെക്കുകയാണ്. അതിനുശേഷം എല്ലാ ഗ്യാപ്പുകളും നമ്മൾ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കണം. അതൊരു ക്രിസ്മസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു പോർഷനിൽ മിസ്സിങ് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഏരിയ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഐറ്റം, അതായത് പൈനാപ്പിളും നമ്മുടെ ഐസിങ് ഷുഗറും ബട്ടറും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം. ആ ഐറ്റം ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മളങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് ഫുൾ കവർ ആവുന്ന രീതിയിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഫുൾ ബിസ്ക്കറ്റ് യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ, അതായത് ഫുൾ ടേസ്റ്റ് അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെയും നമ്മൾ അടുത്തൊരു ലെയർ സെറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് അതിന് മേലെ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നൊരു രംഗമാണ് കാണാൻ പോകുന്നത്. എന്താ രസം, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നാം, പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ. അടിപൊളി. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കവർ ആവണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എന്താ പറയുക പീനട്ടും നമ്മുടെ ഷുഗർ ക്യാരമലും മിക്സ് ചെയ്ത് വെച്ചിരുന്ന സംഭവം ചെറുതായിട്ട് പൊടിക്കണം. അത് പഞ്ചസാര ഉണങ്ങി കഴിയുമ്പോൾ ചെറുതായിട്ട് ഹാർഡാവേ, അതാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിതറുകയാണ്. അത് ജസ്റ്റ് ഗാർണിഷ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു എന്താ പറയുക ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടാനാണ് നമ്മൾ എന്താ ആഡ് ചെയ്തിരിക്കുന്നത്, പീനട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രഞ്ചി ഫീലിങ്ങിന് വേണ്ടി പീനട്ട് ആഡ് ചെയ്തപ്പോൾ അത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറുകയാണ്. അതിനുശേഷം നമ്മൾ ഫ്രീസറിലേക്കാണ് ഈ സംഭവം നേരെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ പോണേ, അവിടെ ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ മുറിച്ചിട്ട് ഒരു ചെറിയ ബോളിലാക്കിയിട്ട് അടുത്തൊരു സ്റ്റെപ്പ് തിന്ന് നോക്കി അഭിപ്രായം പറയാം. അപ്പോൾ തിന്ന് നോക്കിയിട്ട് ബാക്കി അഭിപ്രായം ഇപ്പം തന്നെ പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. തിന്നട്ടെട്ടാ, എങ്ങനെയുണ്ട്? തിന്നട്ടെ തോന്നുന്നു. അപ്പോൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒന്നും കേട്ടാ, അടിപൊളിയായിട്ടുണ്ട് ഐറ്റം. ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പൈനാപ്പിളിന്റെ ഫ്ലേവറോടും ബിസ്ക്കറ്റും ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റും ആ പൈനാപ്പിളിന്റെ ഫ്ലേവറൊക്കെ വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിലറിയാം, അത്ര കോസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കോസ്റ്റിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യാം. ഓക്കെ, മഴ മാറുന്നില്ല ഗൈസ്. കുറെ നേരം നമ്മ നോക്കിയിരുന്നു, പക്ഷെ മഴ മാറുന്നില്ല. കുറെ നേരം നമ്മ നോക്കിയിരുന്നു, കുറെ സമയം കളഞ്ഞു അതിന് വേണ്ടി. ഓക്കെ,
അപ്പൊ സൈനിങ് ഔട്ടും നമ്മളിവിടെ വെച്ച് തന്നെ പറയാണ്, ഈ റൂമിൽ തന്നെ വെച്ച് പറയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറയാ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക, അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് സൈനിങ് ഓഫ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. ഇറ്റ്സ് മീ ഷാരോൺ ആൻഡ് യു വിത്ത് signing out from Creative Ideas 2.0. ഇതൊക്കെ എടുത്തിട്ട് വേറെ ആർക്കെല്ലാം ഓഫ് ചെയ്യണം.